ശ്രീ സുഭാഷ് ചന്ദ്രബോസിലേക്കാണ് പോകുന്നത്. സാർ, ഇവിടെ ഞങ്ങൾ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിവിധ റിപ്പോർട്ടുകൾ നൽകി കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ മാരത്തണായി വാർത്തയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് പ്രേക്ഷകർ ഇതിന്റെ ചരിത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഇനി നമുക്ക് ഈ ചരിത്രം പരിശോധിക്കുക എന്നതിനപ്പുറത്ത് യാഥാർത്ഥ്യത്തെ കൂടുതൽ ഉൾക്കൊള്ളേണ്ട സമയമല്ലേ? നമ്മുടെ ഭൂപ്രകൃതിയിൽ വന്നിട്ടുള്ള കാതലായ മാറ്റം 2018 ശേഷം കേരളം, അതുവരെയും നമ്മൾ ഏറ്റവും സുരക്ഷിതം, സ്വസ്ഥം, സമാധാനം എന്നൊക്കെ ചിന്തിച്ചിരുന്നുവെങ്കിൽ അതിനുശേഷം ഇപ്പോൾ തുടർച്ചയായി നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ അത് എത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ മുല്ലപ്പെരിയാർ ഇപ്പോൾ നൽകുന്ന ആശങ്കയ്ക്ക് താങ്കളുടെ നിരീക്ഷണത്തിൽ എത്രത്തോളം അടിസ്ഥാനമുണ്ട്? അഭിലാഷ് ജി, ഒരു കാര്യം, ഇവിടെ നിങ്ങൾ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മുടെ വിശാഖം തിരുനാൾ രാജാവ് ഹൃദയരക്ത എന്തോ എടുത്താണ് ഒപ്പിട്ടെന്നൊക്കെ പറയുന്നു. എന്തൊരു കള്ളമാണെന്നറിയാവോ ചരിത്രത്തിൽ കിടക്കുന്നത്? രാജാവ് മരിച്ചത് 85, രാജാവ് മരിച്ച ആഗസ്റ്റ് 4 രാജാവ് മരിച്ചു. 86 കരാർ ഒപ്പിട്ടത്. കരാർ ഒപ്പിട്ടത് ഒരു ദിവാനാണ്. രാജാവ് മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ദിവാൻ ഇതൊക്കെ തട്ടിക്കൂട്ടി പൊടിയാക്കി റെഡിയാക്കി ആ ഒരു ദിവാനാണ് ഒപ്പിട്ടത്. ദിവാനതിന് എന്ത് കിട്ടി എന്നുള്ളത് ചരിത്രത്തിൽ കിടപ്പുണ്ട്. അതിപ്പോൾ ചാനലിൽ കൂടെ പറയുന്നില്ല. അപ്പോൾ ദിവാൻ അങ്ങനെ ഒരു ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്യുന്നൊരു ദിവാനാണ് അതെല്ലാം റെഡിയാക്കി കൊടുത്തത്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് എന്നോട് ചോദിച്ച ടെക്നിക്കൽ ചോദ്യം, ഒരു ഡാം പൊട്ടുക എന്ന് ഇപ്പോൾ കറുപ്പംകുട്ടി സാർ ഇവിടെ ഉണ്ട്. ഒരു ഡാം പൊട്ടുക അല്ലെങ്കിൽ കുഴപ്പം വരിക എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങൾ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്ന് അതിൻ്റെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ, ഒരു ഭൂകമ്പത്തിൻ്റെ സാധ്യതയുള്ള പ്രദേശത്താണ് നിൽക്കുന്നതെങ്കിൽ ഭൂകമ്പം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ഡാം മാത്രമല്ല അതിൻ്റെ അടുത്തുള്ള പ്രദേശമൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ അതികഠിനമായ മഴ വന്നാൽ, നല്ല മഴ വന്ന് ഡാം നിറയുകയും സമീപത്തുള്ള പ്രദേശത്തൊക്കെ വെള്ളത്തിന്റെ പ്രശ്നവും, പിന്നെ വീണ്ടും മഴ, അങ്ങനെ അതിതീവ്ര മഴയൊക്കെ നിന്നാൽ, മേഘവിസ്ഫോടനം പോലുള്ള മഴ വന്നാലും അതിൻ്റെ ഒരു കപ്പാസിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നം വരാം. മൂന്നാമതൊരു പ്രശ്നമാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇതെന്തുകൊണ്ടുണ്ടാക്കി, ഏത് ഡാമായാലും എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു, എത്ര മെറ്റീരിയൽ ഉപയോഗിച്ചു, അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഒരു കെട്ടിടം വയ്ക്കുകയാണെങ്കിൽ ഒരു കമ്പി ഉപയോഗിക്കുമ്പോൾ ആ കമ്പിക്ക് ഒരു കണക്കുണ്ട്. ചുമ്മാ കമ്പി ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പിന്നെ തൂണിലുള്ള കമ്പിയുടെ കനമല്ല നമ്മൾ തട്ട് കോൺക്രീറ്റിന് എടുക്കുന്നത്. ഓരോന്നിനും ഓരോ സിമെൻറ്റിൻ്റെ എല്ലാ കോമ്പിനേഷൻ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം വരുത്തുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കനവും പിടിക്കാനാണ്. എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് താങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ട്രക്ചറലായിട്ടുള്ള, ഘടനാപരമായിട്ടുള്ള, നിർമ്മാണപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഡാമിന് പ്രശ്നം വരാം. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് കെട്ടിയ സമയത്ത് തന്നെ, കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ചില കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് ഭാഗം ഒലിച്ചു പോവുക, കുറേ 450 പേര് മരിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെനിക്കുക്ക് തന്നെ പറഞ്ഞു ഇത് ഒരു 50 വർഷമേ നിൽക്കുള്ളൂ പറഞ്ഞു. അതിന് പറഞ്ഞ കാരണം, അന്ന് സിമൻറ്റ്, നമ്മൾ ഇന്നിപ്പോൾ പണിയുന്ന പോലുള്ള സിമൻറ്റൊക്കെ ഉപയോഗിച്ചുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ, അങ്ങനെ ഒരു സ്ട്രക്ചറല്ല, എഞ്ചിനീയറിംഗ് സ്ട്രക്ചറാണ്. പക്ഷേ സിമൻറ്റൊക്കെ ഉപയോഗിച്ചുള്ള ഒരു സ്ട്രക്ചറല്ല, സുർക്കി, ചുണ്ണാമ്പുകല്ലും ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ്, മഡും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രശ്നം വരില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. പല വർഷങ്ങളിലും ഇതെന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇതിനകത്തുള്ള ചുണ്ണാമ്പും കല്ലും ഒക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ 64 പ്രശ്നമായി. പിന്നെ 10 വർഷം നമ്മൾ അവരുമായിട്ട് ബഹളം ഉണ്ടാക്കി. 74 സുർക്കി പോയോ നോക്കാൻ പറ്റിയത്. അപ്പോൾ ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ അത് ഫിൽട്ടർ ചെയ്തു, സിമെൻ്റ് ഇട്ടു, ആങ്കർ ചെയ്തു, ഇങ്ങനെ. ഇത് ഇന്നൊന്നിലെ ഉണ്ടായ കേസല്ല മാഷേ. 129 വർഷമായെങ്കിൽ ഒരു കുറച്ച് വർഷം പിന്നെ CP രാമസ്വാമി അയ്യർ കേസ് പറഞ്ഞു. പിന്നെ നമുക്ക് കരം തരുന്നില്ല, പാട്ടം സമയത്ത് ഇത് ലീസിനുള്ള പൈസ തരുന്നില്ല, പാട്ടക്കരാറിൻ്റെ പൈസ തരുന്നില്ല. അത് കഴിഞ്ഞ് അവർ നമ്മളോട് ചോദിക്കാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. പിന്നെ 70-ലാകുമ്പോൾ കരാർ പുതുക്കി. അപ്പോൾ പിന്നെ കേന്ദ്ര ഭരിച്ചുകൊണ്ടിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്, തമിഴ്നാട്ടിൽ കാമരാജാണ്, ഇവിടെ കരുണാകരനുണ്ട്. അപ്പോൾ എവരുടെയൊക്കെ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു സമ്മർദ്ദത്തിലോ അല്ലെ എങ്ങനെയോ, കാര്യം ആരുടെ സമ്മർദ്ദം എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല, എങ്ങനെയോ വീണ്ടും കരാർ പുതുക്കി കൊടുത്തു. 99 വർഷം ഇങ്ങനെ എന്നും ഇത് തലവേദനയും ചർച്ചയുമായിട്ടാണ് പൊക്കോണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച്, ഞാൻ ഇതിന് മുമ്പ് പണ്ടൊരു ലേഖനം എഴുതിയിരുന്നു. ആ എഴുതുന്ന സമയത്ത് രസമെന്ന് പറഞ്ഞാൽ നവംബറിലാണ് ഇത് പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നവംബർ ആകുമ്പോഴും മഴ വന്നിട്ട് ഇവിടെ ബഹളം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ മച്ചു ഡാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, മോർവിയിലെ, ഗുജറാത്തിലെ ഡാം പൊട്ടിയ സമയത്ത് സഹ്യൻ്റെ മുകളിൽ മറ്റൊരു മോർവി എന്ന് പറഞ്ഞ് ശ്രീ വർഗീസ് എന്ന് പറയുന്ന ലേഖനം എഴുതിയിരുന്നു. അന്ന് വലിയ വിവാദം, വലിയ തർക്കം നടന്നു. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഈ ആണ്ടുതോറും നടത്തുന്ന ഉത്സവം പോലെയാണ്. ഇപ്പോൾ ഉരുൾപൊട്ടൽ ഇവിടെ ഇപ്പുറത്ത് പൊട്ടിയില്ല എന്ന് വിചാരിക്കുക, നമ്മുടെ വയനാട് പൊട്ടിയില്ല, നമ്മൾ മിണ്ടാതിരുന്നേനെ. തുംഗഭദ്ര ഡാമിൽ പൊട്ടിയില്ല, അവിടെ ഒരു ഷട്ടർ പോയില്ല, നമ്മൾ മിണ്ടാതിരുന്നേനെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒബ്സർവേഷൻ, ഞാൻ ബാക്കി കാര്യങ്ങൾ ഇനി 2 മണിക്കൂർ ഉള്ളതുകൊണ്ട് പറയാം. എന്റെ ഒബ്സർവേഷൻ കേരള ഗവൺമെന്റ് ഏതായാലും കേരള ഗവൺമെന്റ് സുഭാഷ് സാർ, അവിടെ എന്റെ ഒരു സംശയം ഉണ്ടാകുന്നത്, നമ്മൾ എന്നത് പരത്തി പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. പൊതുവെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്താഗതിയുടെ പ്രശ്നമുണ്ടല്ലോ. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് ഞാൻ സാറിനോട് വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം.
ഇന്നിപ്പോൾ ചപ്പാത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് ചപ്പാത്തുകാരുടെ മാത്രം വിഷയം എന്ന നിലയിലാണ് അവിടെ കാണുന്നത് എങ്കിൽ എപ്പോഴൊക്കെയാണോ ചപ്പാത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം തമിഴ്നാട്ടിലും പ്രതിഷേധം ഉണ്ടാകുന്നു. ചപ്പാത്തിൽ 10 പേരാണ് ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് എന്ന് സാർ കണക്കാക്കുക. അതായത് ഈ ഡാം എന്നത് ഒരു തരത്തിലും തമിഴ്നാടിന് ഭീഷണിയല്ല. നമ്മൾ സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്, പുതിയ ഡാം തമിഴ്നാടിന് ജലം. ചപ്പാത്തിൽ 10 പേരാണ് പ്രതിഷേധത്തിന് എത്തുന്നത് എങ്കിൽ ഈ ഡാം എന്നത് ഒരു തരത്തിലുമുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തമിഴ്നാട്ടിൽ എപ്പോൾ ചപ്പാത്തിൽ 10 പേരെത്തിയോ അപ്പോൾ അവിടെ 1000 പേരെത്തുന്നുണ്ട്. ഇതുകൊണ്ട് എൻ്റെ ഒരു സംശയമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതൊരു തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എൻ്റെയും സാറിൻ്റെയും തിരുവനന്തപുരംകാരുടെ മുഴുവനും ധാരണ ഇതിപ്പോൾ എന്ത് സംഭവിച്ചാലും ഞങ്ങളെ ഒന്നും ബാധിക്കില്ല. ബാധിച്ചാൽ അത് ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം, എറണാകുളം, അത് അവിടെ നടക്കുന്ന ഒരു കാര്യം എന്നൊരു പൊതു ചിന്താഗതി ഇല്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ചങ്ങാതി നമ്മുടെ അഭിലാഷ് ജി സംശയിക്കുന്നതിനാണ്. അതായത് ഇപ്പൊ ഡൽഹിയിൽ ഒരു പെൺകുട്ടിയെ ബസ്സിൽ റേപ്പ് ചെയ്തു. അതെ അതെ അതെ, ലക്ഷങ്ങളാണ് ഇറങ്ങി സമരം ചെയ്തത്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു ലെവിൻ എന്ന് പറയുന്ന മലയാളി കുട്ടിയെ IAS അക്കാഡമിയിൽ ഫ്ലഡിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടി മരിച്ചു. ലക്ഷങ്ങളാണ്, ഒരു പാർട്ടിക്കാരെ ഇല്ലാതെ ലക്ഷങ്ങളാണ് ഇറങ്ങി സമരം ചെയ്ത് സുപ്രീം കോടതിയെ കൊണ്ട് ഇടപെടിച്ചത്. കേരളത്തിൽ മലയാളിയുടെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ മലയാളിയാണേ, ബംഗാളിയല്ല, സുഭാഷ് ചന്ദ്രബോസ്. നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ ആഗോളവൽക്കരണം പണ്ടും അങ്ങനെ തന്നെയാണ്. അത് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ 70-കൾ കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു. ആഗോളവൽക്കരണമൊക്കെ വന്നതിന് ശേഷം നമുക്കൊരു പ്രതിസന്ധിയോ ഒരു പ്രശ്നം വന്നാൽ ആരെങ്കിലും ആഹ്വാനം ചെയ്യണം. ഇപ്പൊ ചപ്പാത്തിലത് ഏതെങ്കിലും പാർട്ടി ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ ആ പാർട്ടിക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ടോ അത്രയും പേര് അവിടെ വരും. ആരാണോ ആഹ്വാനം ചെയ്യുന്നത്? തീർച്ചയായും കേരളത്തിന്റെ പല സമയത്തെയും ഇടപെടലുകൾ അങ്ങനെ പല താല്പര്യങ്ങളിൽ മാറി പോകുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ രേണുകാജി, ഞാൻ പറയട്ടെ, പക്ഷേ അവർക്ക് ഒറ്റക്കെട്ടായി പലപ്പോഴും നിൽക്കാൻ കഴിയുന്ന സാഹചര്യം കൂടിയുണ്ട്. അതെ രേണുകാജി, ഇത്രയേ ഉള്ളൂ. നമ്മൾ കേരളത്തെ വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ജാതിപരമായി വിഭജിച്ചു, മതപരമായി വിഭജിച്ചു, രാഷ്ട്രീയമായി വിഭജിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ വിഭജനം മുല്ലപ്പെരിയാറിന്റെ കേസിലും ഉണ്ടാകുന്നു. അല്ല, മുല്ലപ്പെരിയാറല്ല, ഇനിയിപ്പോ എന്തെല്ലാം സംഭവിച്ചാലും തീർച്ചയായും മലയാളി ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഓടിക്കൂടുന്നതിനപ്പുറം, അത് പ്രളയമായാലും ഉണ്ടക്കയായാലും അതിനപ്പുറം മറ്റ് കാര്യങ്ങളിൽ ഏതെങ്കിലും ആഹ്വാനമില്ലെങ്കിൽ ആളുകളെ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിലും ഉണ്ട് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. താങ്കളിലേക്ക് തിരിച്ചെത്താം.